പ്ലസ് വൺ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നിത്യജീവിതത്തിൽ വളരെ ഉപയോഗയോഗ്യമായ ആശയങ്ങൾ അടങ്ങുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സെഷൻ. അതായത് ചാപ്റ്റർ 7 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്, അതിലെ പാർട്ട് 1. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ധാരാളമുള്ള നിത്യജീവിതത്തിൽ പ്രസക്തമായ ചില ചോദ്യങ്ങളിൽ നിന്നു തന്നെ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ആദ്യമായി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. One has 3 pants and 2 shirts. How many ways can he wear this? ഒരാൾക്ക് 2 ഷർട്ടും 3 പാൻസും ആണുള്ളത്. എത്ര തരത്തിൽ അത് അദ്ദേഹത്തിന് ധരിക്കാം? ഇതാണ് നമ്മുടെ ചോദ്യം. നോക്കുക, നമുക്കറിയാം 2 ഷർട്ടാണുള്ളത്. നമുക്കതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. S1, അതുപോലെ തന്നെ S2. അതായത് ഇവിടെ ഏത് പാൻറ്റിനും ഏത് ഷർട്ട് ധരിക്കുന്ന മാച്ച് വല്ലാതെ നോക്കുന്ന ഒരാളല്ല എന്ന് ചുരുക്കം. ഇനി പാൻറ്റ് 3 എണ്ണമാണുള്ളത് അല്ലേ? നമുക്കതിന് പേര് കൊടുക്കാം. P1, P2, P3. അതായത് ഫസ്റ്റ് ഷർട്ടിൻ്റെ കൂടെ നമുക്ക് ഏതൊക്കെ പാൻസ് ഉപയോഗിക്കാം? P1 ഫസ്റ്റ് പാൻറ്റ് ഉപയോഗിക്കാം, P2 ആൻഡ് P3. അതായത് S1 P1, S1 P2, S1 P3. നമുക്ക് ക്ലിയർ ആണ്. സെക്കൻഡ് ഷർട്ടിൻ്റെ കൂടെയും ഇതുപോലെ ഫസ്റ്റ് പാൻസും സെക്കൻഡ് പാൻസും തേർഡ് പാൻസും ഉപയോഗിക്കാം. ഇപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര എണ്ണം എന്നറിയാം. അതായത് S1 P1, S1 P2, S1 P3, S2 P1, S2 P2, S2 P3. അതായത് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 6 ways. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഇത് പറയുന്നതിൻ്റെ മുൻപ് തന്നെ മനസ്സിലായി കാണും. നമ്മൾ ഈ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ എത്ര തരത്തിൽ ധരിക്കാം എന്ന് ചോദിച്ചാൽ പരമാവധി എത്ര തരത്തിൽ എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. അതായത് എ സ്റ്റുഡൻറ്റ് ഹാസ് 2 സ്കൂൾ ബാഗ്സ്, 2 ടിഫിൻ ബോക്സസ്, 3 വാട്ടർ ബോട്ടിൽ. In how many ways can he carry these items, choosing one each? ഒരേ സമയം ഒരു ബാഗ്, ഒരു ടിഫിൻ ബോക്സ്, ഒരു വാട്ടർ ബോട്ടിൽ, ഇതാണ് ഉപയോഗിക്കാൻ പാടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്കൂൾ ബാഗിന് S1, S2 എന്ന് കൊടുക്കാം. S1 ആൻഡ് S2 ആർ ദ സ്കൂൾ ബാഗ്സ്. ടിഫിൻ ബോക്സ് 2 എണ്ണമാണുള്ളത്. അതിനെ നമുക്ക് T1 അതുപോലെ T2 എന്ന് കൊടുക്കാം. വാട്ടർ ബോട്ടിന് W1, W2, W3. അതായത് ഇത് നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, നമുക്കതൊന്ന് നോക്കാം. ഇത് പറയുമ്പോൾ തന്നെ കുറേ പേർക്കെങ്കിലും നേരത്തെ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആൻസർ ധാരണയിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അതായത് എങ്ങനെയൊക്കെ വരാം? S1 T1 ഉപയോഗിച്ചുള്ള ബാക്കി വരുന്ന എല്ലാ വാട്ടർ ബോട്ടിലും ഉപയോഗിക്കാം അല്ലേ? S1 T1 W1 എന്നുള്ളത് W2 ആക്കി. Then S1 T1 W3. Then S1 T2 രണ്ടാമത്തെ ടിഫിൻ ബോക്സ് ഉപയോഗിക്കാം. S1 T2 W1, S1 T2 W2, then S1 T2 W3. ഇപ്പോൾ ഇത്ര എഴുതിയാൽ ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് എത്ര എണ്ണം കൂടി പറ്റുമെന്ന്. അതായത് ഈ സമയം മുഴുവൻ നാം ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് സ്കൂൾ ബാഗ് ആയിരുന്നു. ഇനി സെക്കൻഡ് സ്കൂൾ ബാഗ് ഉപയോഗിച്ച് ഇതേ രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ നമുക്ക് 6 തരത്തിലായി. അതായത് ടോട്ടൽ 12 ways, 12 തരത്തിൽ അറേഞ്ച് ചെയ്യാം. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എത്ര തരത്തിൽ ക്യാരി ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം പരമാവധി എത്ര തരത്തിൽ ഉപയോഗിക്കാം എന്നതാണ് ഇവിടുത്തെ അർത്ഥം. ദെൻ മറ്റൊന്ന് നോക്കാം നമുക്ക്. How many mobile numbers starting with 9447? ഇതിൽ തുടങ്ങുന്ന എത്ര നമ്പർ ഉണ്ടാവുമെന്നാണ്. ആദ്യമായിട്ട് നമുക്കറിയാം 10 ഡിജിറ്റാണ് ഒരു ഫോൺ നമ്പറിൽ, ഒരു മൊബൈൽ നമ്പറിന് ഉണ്ടാവുക അല്ലേ? ആ ഫോൺ നമ്പറിൽ ഇപ്പോൾ എത്ര എണ്ണമാണ് ഇവിടെ തന്നിരിക്കുന്നത്? 9447 എന്ന സീരീസാണ്. നമുക്കിനി എത്ര ഡിജിറ്റും കൂടി വേണം? 6 ഡിജിറ്റ് വേണം. പിന്നെ 9447 എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയറാണ്. ഒരേ നമ്പർ തന്നെ ആവർത്തിക്കാം, 44. ഇനി ബാക്കിയുള്ള 6 നമ്പറും 4 വരാം, തടസ്സങ്ങളൊന്നുമില്ല.
കാരണം അങ്ങനത്തെ ഫോൺ നമ്പർ കൂടി നിലവിലുണ്ട്. പിന്നെ ഇനി ഇതിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത് എന്താ? ഈ 6 പൊസിഷൻ 6 ഡിജിറ്റ് നമുക്ക് എത്ര എണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യാം? 0 മുതൽ 9 വരെ 10 ഡിജിറ്റ് നമ്മളെടുത്ത് ഇനിയും ഉപയോഗിക്കാനുണ്ട്. സ്ഥലം 6 എണ്ണം ഉണ്ട് എന്ന് മാത്രം. അപ്പോഴും നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ധാരണ എത്തിയിട്ടുണ്ടാവും ഏതാണ്ട് എത്ര തരം സീരീസ് ഉണ്ടായിരിക്കും, അതായത് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും 9447 എന്ന് തുടങ്ങുന്ന. നമുക്കറിയാം പഴയ BSNLൻ്റെ ഒരു സീരീസ് ആയിരുന്നു 9447. പിന്നീട് അത് 9-ൽ നിന്ന് തുടങ്ങി 8-ഉം 7-ഉം 6-ഉം 5 വരെ എത്തിക്കഴിഞ്ഞു. അതായത് അത്രയും ധാരാളം ഉപയോഗങ്ങൾ വന്നതുകൊണ്ടാണ് ആ സീരീസ് മാറി മാറി വരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അതെല്ലാം നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾക്കും കൂടി ഉത്തരം തേടേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കാം. ദർ ആർ 20 പേഴ്സൺസ് ഇൻ എ ഗ്രൂപ്പ്. ഹൗ മെനി ഷെയ്ക്ക് ഹാൻഡ്സ് ആർ ഡൺ ഇൻ ദിസ് ഗ്രൂപ്പ്? ആകെയുള്ള 20 പേരാണുള്ളത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒന്ന് ചെറിയൊരു സൂചനകൾ നോക്കാം അല്ലേ. അതായത് 1, 2, 3 ഇങ്ങനെ 19, 20 ആളുകളാണുള്ളത്. 20 പേര് എങ്ങനെയാണ് നമുക്കറിയാം ഷെയ്ക്കൻഡ് കൊടുക്കുക? ഇപ്പോൾ 1 എന്നുള്ള ആൾക്ക് എത്ര ഷെയ്ക്കൻഡ് കൊടുക്കാം? 2-ന് ഷെയ്ക്കൻഡ് കൊടുക്കാം, 3-ക്ക് ഷെയ്ക്കൻഡ് കൊടുക്കാം, അങ്ങനെ 20ാമത്തെ ആൾക്കും ഷെയ്ക്കൻഡ് കൊടുക്കാം. അപ്പോൾ 1 എന്ന വ്യക്തിക്ക് തന്നെ 1-നോട് തന്നെ ഷെയ്ക്കൻഡ് കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്കും എത്ര ഷെയ്ക്കൻഡ് വീതം സാധ്യമാണ്? 19 ഷെയ്ക്കൻഡ്സ്. അങ്ങനെ എത്ര പേരുണ്ട്? 20 ഉണ്ട്. അപ്പോൾ ഇതാണോ ഇതിൻ്റെ ഉത്തരം? അതെ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന് ഉത്തരം കാണേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ കണ്ടെത്തണം. ഇവിടെ നമ്മളെ ഭാഗത്തൊരു സംശയം അവശേഷിക്കുകയാണ്. 380 ഷെയ്ക്ക് ഹാൻഡ് നടക്കുമോ? അതെ. ഇൻ ഹൗ മെനി വേസ് ക്യാൻ 5 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ബി സീറ്റഡ് ഇൻ എ റോ സോ ദാറ്റ് നോ 2 ബോയ്സ് ആർ ടുഗദർ? അതായത് ആകെ 5 പെൺകുട്ടികളും 3 ആൺകുട്ടികളാണ് ഉള്ളത്. ഈ 8 പേരിൽ ഒരു വരിയിലിരുത്തുകയാണ്. ഒരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന? നോ 2 ബോയ്സ് ആർ ടുഗദർ. 2 ആൺകുട്ടികൾ അടുത്ത് വരരുത്. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? നമുക്കിതെല്ലാം ഈ 8 പേരെ മാറ്റി ഇരുത്തിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യൽ സാധ്യമാണോ? അതെ, ഇത് കണ്ടെത്തണം. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം തേടലാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രസക്തി. നമുക്കത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് നോക്കാം. അതായത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുൻപ് നമുക്ക് ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ്, കൺസെപ്റ്റുകൾ ആവശ്യമാണ്. ബേസിക് പ്രിൻസിപ്പിൾസ് ആവശ്യമാണ്. നമുക്കതൊന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് തൻ്റെ അമ്മാവൻ്റെ വീട്ടിലൂടെ പോയിട്ടാണ്. അപ്പോൾ സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആ വീട് അതുപോലെ തന്നെ പിന്നെ ഉള്ളത് അമ്മാവൻ്റെ ഒരു വീടുണ്ട് സ്കൂളിൻ്റെ തൊട്ടടുത്ത്, പിന്നെ നമ്മുടെ സ്കൂളും, കുട്ടി സ്കൂളിൽ പോകുന്ന സ്കൂളും. അപ്പോൾ ഇങ്ങനെ 3 പൊസിഷനാണുള്ളത്. ഈ 3 പൊസിഷനിലൂടെ കടന്നു പോയിട്ടാണ് കുട്ടി എങ്ങോട്ട് എത്തുന്നത്? സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ ഹൗസ്, കുട്ടിയുടെ സ്വന്തം വീട്. പിന്നെ അടുത്തത് അങ്കിൾ ഹൗസാണ്, അമ്മാവൻ്റെ വീടാണ്. പിന്നെ അടുത്തത് നമ്മുടെ സ്കൂൾ. അപ്പോൾ നമുക്കറിയാം അമ്മാവൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് 2 വഴികളാണുള്ളത്. 2 വഴിയിലൂടെ കടന്നു പോകാം. ചിലപ്പോൾ ആദ്യത്തെ വഴിയിലൂടെയാണ് കുട്ടി പോവുക, ചിലപ്പോൾ 2ാമത്തെ വഴിയിലൂടെയാണ് കടന്നു പോവുക. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം സ്കൂളിൻ്റെ തൊട്ടടുത്ത് സ്കൂളിലേക്ക് കടക്കാൻ ധാരാളം വഴികളുണ്ടാവും. ശരിക്കുള്ള എൻട്രൻസ് ഉണ്ടാവും, ബാക്കിലൂടെ വഴി ഉണ്ടാവും, ഇങ്ങനെയുള്ള ധാരാളം വഴികളുണ്ട്. അങ്ങനെ ഈ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് 3 വഴികളാണുള്ളത്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? R3 എന്ന് കൊടുക്കാം, അതുപോലെ R4 എന്ന് കൊടുക്കാം, R5 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കുറച്ച് പേർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് കുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് സ്കൂളിലെത്തുന്നു. ഏത് വഴി? ത്രൂ അമ്മാവൻ്റെ വീട്. അമ്മാവൻ്റെ വീടിലൂടെ സ്കൂളിൽ എത്താൻ അമ്മാവൻ്റെ വീട്ടിലൊന്ന് കയറിയതിന് ശേഷം സ്കൂളിൽ പോകുന്നു എന്ന് വിചാരിക്കുക. എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? എത്ര തരത്തിൽ കുട്ടിക്ക് സ്കൂളിലെത്താം? അതായത് നമുക്കറിയാം R1,
R3 ഈ രീതിയിൽ കുട്ടിക്ക് വീട്ടിലെത്താം. R1 R3 R1 പോയിട്ട് R3 പോകുന്നു. ദെൻ ഇതേ R1 പോയിട്ട് R4 സഞ്ചരിച്ച് സ്കൂളിലെത്താം. പിന്നെയോ R1 R5 വഴിയും കുട്ടിക്കെത്താം. മറ്റൊന്ന് R2 നിന്ന് R3 പോകാം. R2 ആൻഡ് R4 ഉപയോഗിക്കാം. അല്ലെങ്കിൽ R2 R5 ഉപയോഗിച്ച് കുട്ടിക്ക് അമ്മാവൻ്റെ വീട്ടിലെത്താം. അതായത് ആകെ എത്ര വഴികളാണ്? 6. നമുക്ക് ഈ 6 എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം ഒരു 2 വഴി ഉണ്ടായിരുന്നു, പിന്നെ ഒരു 3 വഴി ഉണ്ടായിരുന്നു. ഇത് തന്നെയല്ലേ നിങ്ങൾ ആദ്യം കണ്ടെത്തിയത്? അതായത് നമ്പർ ഓഫ് വേസ്. എത്ര തരത്തിൽ കുട്ടിക്ക് വീട്ടിലെത്താം, സ്കൂളിലെത്താം എന്ന് ചോദിച്ചാൽ 6 വിവിധ വ്യത്യസ്ത വഴികളിലൂടെ കുട്ടിക്ക് കടന്നു പോകാം. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു കേസ്. നോക്കുക, നമുക്കിനി ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് എന്ന് നോക്കാം. അതായത് ഇവിടെ ഈ കുട്ടി ഈ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് നേരിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് പകരം ഒരു കടയിലും കൂടി കയറി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്, എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കേണ്ടതായ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് കുട്ടി എവിടെ പോകുന്നത്? സ്കൂളിലേക്ക് പോകുന്നത് എന്ന് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അതായത് ഈ അമ്മാവൻ്റെ വീടും സ്കൂളിൻ്റെ ഇടയിൽ മറ്റൊരു കട കൂടിയുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് നോക്കാം. അതായത് അങ്കിൾ ഹൗസിൽ നിന്ന് ഈ ഷോപ്പിലേക്ക്, ഇതാണ് നമ്മുടെ ഷോപ്പ് എന്ന് വിചാരിക്കുക. അതിലേക്കും എത്ര വഴികളുണ്ട്? 3 വഴികളുണ്ട്. ഇനി ഷോപ്പിൽ നിന്ന് സ്കൂളിലേക്കോ? അതും എത്ര വഴികളുണ്ട്? 3 വ്യത്യസ്ത വഴികളുണ്ട്. ഇങ്ങനെയെല്ലാം കടന്നു പോകാം. ഇപ്പോൾ ഇവിടെ R2 എത്തി, ദെൻ R3, R4, R5, ദെൻ R6, R7, R8. ഇത്ര വഴികളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുട്ടി വീട്ടിൽ നിന്ന് അമ്മാവൻ്റെ വീട്ടിൽ കയറി കടയിലും ഒന്ന് കയറിയതിന് ശേഷം സ്കൂളിലെത്തുന്നത് എത്ര തരത്തിലായിരിക്കും? നമുക്ക് നേരത്തെ രീതിയിൽ ഇപ്പോൾ എഴുതേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. ഏതൊക്കെയാണ്? R1 അതുപോലെ R3 ഉപയോഗിച്ച് തന്നെ നമുക്ക് എത്ര വഴികളുണ്ട്? 3 ഡിഫറെൻറ്റ് വേസ്. പിന്നെ R1 R4 ഉപയോഗിച്ച് 3 വഴികൾ, R1 R5 ഉപയോഗിച്ച് 3 വഴികൾ. ഇതിത്ര വഴികൾ തന്നെ R2 ഉപയോഗിച്ചിട്ടും കിട്ടും. അതായത് വീട്ടിൽ നിന്ന് അമ്മാവൻ്റെ വീട്ടിലേക്ക് 2 വഴികൾ, അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് കടയിലേക്ക് 3 വഴികൾ, കടയിൽ നിന്ന് സ്കൂളിലേക്ക് 3 വഴികൾ. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം 18 ഡിഫറെൻറ്റ് വേസ്. അതായത് ഇതിൽ നിന്ന് നമുക്കൊന്ന് ജനറലായിട്ട് കൺക്ലൂഡ് ചെയ്യാം. അതായത് ആദ്യത്തെ ഇവൻ്റ് M വേസിലും, പിന്നീട് N ഡിഫറെൻറ്റ് വേസിലും, പിന്നീട് P ഡിഫറെൻറ്റ് വേസിലും ആണെങ്കിൽ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് M ഇൻറ്റു N ഇൻറ്റു P. അതായത് if an event can occur in M different ways, following which another event can occur in N different ways, following which another event can occur in P different ways, and so on, then the total number of occurrence of the events in the given order is M into N into P. ഇതിനെയാണ് നാം പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ, ഒരു ഇവൻ്റ് M വേസിലും അതിനുശേഷം മറ്റൊരു ഇവൻ്റ് N വേസിലും തുടർന്ന് മറ്റൊരു ഇവൻ്റ് P വേസിലും അതേ രീതിയിൽ ഡിഫറെൻറ്റ് വേസ് ആണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്നുള്ളത് M ഇൻറ്റു N ഇൻറ്റു P. ഇതിനെയാണ് നാം പറയുന്നത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങളൊന്ന് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ അതൊന്ന് നോട്ടിലേക്ക് എഴുതി വെക്കണം. യെസ്, എഴുതാം. ആദ്യം എഴുതേണ്ടത് ചാപ്റ്റർ 7 ഹെഡിങ് കൊടുക്കാം. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. എന്താണ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്?
നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. ഇഫ് ആൻ ഇവൻറ്റ് ക്യാൻ ഒക്കർ ഇൻ എം ഡിഫറെൻറ്റ് വേസ് ഫോളോയിങ് വിച്ച് another event can occur in n different ways following which another event can occur in p different ways and so on, then the total number of occurrence of the events in the given order is m into n into p into etc. അടുത്ത ഡിഫറെൻറ്റ് വേസ് പിക്ക് ശേഷം ഇനിയും ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ ഇൻറ്റു. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. ഓക്കെ, നമുക്കിനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം. അതായത് പ്രോബ്ലം സെക്ഷനിൽ എക്സസൈസ് 7.1 അതിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-digit നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1 into 1, 2, 3, 4 and 5 assuming that. രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. റിപ്പീറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് അലൗഡ്. രണ്ടാമത്തെ, റിപ്പീറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് നോട്ട് അലൗഡ്. ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ട് 3-digit നമ്പറാണ് നമുക്ക് കാണേണ്ടത്. 3 ഡിജിറ്റ്. ആകെ നമുക്ക് ഏതൊക്കെ ഡിജിറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത്? 1, 2, 3, 4 and 5. 5 ഡിജിറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് റിപ്പീറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് ഈസ് അലൗഡ്. റിപ്പീറ്റേഷൻ സാധ്യമാണ്. നോക്കുക, 3-digit നമ്പർ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? 222 പറ്റും, 133 പറ്റും അല്ലേ? റിപ്പീറ്റേഷൻ 3 ആവർത്തിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് തീരുമാനിക്കാം. ആകെ എത്ര സ്ഥലമാണ് നമ്മളടുത്തുള്ളത്? 3 അക്ക നമ്പറാണ് ഉള്ളത്. 3-digit നമ്പേഴ്സ്. ഇങ്ങനെ 3 അക്കം. ഈ 3 അക്കത്തിൽ നമുക്ക് അറിയാം പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. ഈവണോ ഓടോ 5ൻ്റെ മൾട്ടിപ്പിളോ ഒന്നും പറയുന്നില്ല. 3 അക്കമായാൽ മതി. അപ്പോൾ അതുകൊണ്ട് ആകെയുള്ള ഈ 5 അക്കങ്ങളും സാധ്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ സ്ഥലം നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5 തരത്തിൽ പറ്റും. പിന്നെ റിപ്പീറ്റേഷൻ സാധ്യമാണ്. ആദ്യം 4 എഴുതിയെന്ന് വിചാരിക്കുക, അതേ 4 അടുത്തേലും പറ്റും. അടുത്ത പൊസിഷൻ ഫില്ല് ചെയ്യാനും നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട് കയ്യിൽ? വീണ്ടും 5 ഉണ്ട്. അടുത്ത ഡിജിറ്റും എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5 തരത്തിൽ. അപ്പോൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം നമുക്ക് എന്തെഴുതാം? നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് എഴുതാം നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് 3-digit നമ്പേഴ്സ്. Number of 3-digit numbers equal to 5 into 5 into 5. Multiply ചെയ്താൽ നമുക്ക് കിട്ടും 125. 125 നമ്പേഴ്സ് നമുക്ക് ഇതുപോലെ കണ്ടെത്താം. റിപ്പീറ്റേഷൻ അലൗഡ് എന്ന കണ്ടീഷനാണെങ്കിൽ. നമുക്കിനി ഇതിലെ രണ്ടാമത്തെ ഒരു പാർട്ടുണ്ട്. എന്താണ് രണ്ടാമത്തെ പാർട്ടിൻ്റെ പ്രത്യേകത? ഇതേ നമ്പർ തന്നെയാണ്, പക്ഷേ ഡിജിറ്റ് നോട്ട് റിപ്പീറ്റഡ്. അപ്പോൾ നമുക്ക് അതിലെ ഭാഗം എന്താണ് പ്രത്യേകത എന്ന് നോക്കാം. ഇവിടെയും കാണാനുള്ളത് 3-digit നമ്പേഴ്സാണ്. 3 ഡിജിറ്റ് 3 അക്ക നമ്പറാണ്. അപ്പോൾ ആ 3 അക്ക നമ്പർ കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 3 അക്ക നമ്പർ കാണാൻ 3-digit നമ്പേഴ്സ് കാണാൻ ആദ്യത്തെ പൊസിഷൻ നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 5 തരത്തിൽ. വളരെ ക്ലിയറാണ്. ഇനി ഇതേ 5 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 വന്നത് എന്ന് വിചാരിക്കുക. അതേ 4 ഇനി ഇവിടെ പറ്റില്ല. അപ്പോൾ 4 ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഏതൊക്കെ ഉള്ളത്? 1, 2, 3 and 5 എന്ന് പറഞ്ഞാൽ ഇനി എത്ര സ്ഥലമേ ഉള്ളൂ? എത്ര എണ്ണമേ നമ്മുടെ കയ്യിലുള്ളൂ? 4 എണ്ണേ ഉള്ളൂ. ഇപ്പോൾ 2 എണ്ണം ഉപയോഗിച്ചു. 1, 2, 3, 4, 5ൽ നേരത്തെ 4 ഉപയോഗിച്ചു, പിന്നെ നമ്മൾ 1 ഉപയോഗിച്ചത് എന്ന് വിചാരിക്കുക. ഇനി 2, 3, 5 3 എണ്ണമേ ഉള്ളൂ. അത് എത്ര തരത്തിലാണ്? 3 ways. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ 5 into 4 into 3. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തേൻ്റെ ആൻസർ ആക്കി എഴുതാം നമ്പർ ഓഫ് 2 എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം, കാരണം 2 നമ്മൾ ഒരുപോലെ എഴുതണത്. നമ്പർ ഓഫ് 3-digit numbers
ഈക്വൽ ടു 5 ഇൻറ്റു 4 ഇൻറ്റു 3. ഇതാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരമാണ് ചെയ്യണത്. അപ്പോൾ ആൻസർ വരാം 60. റിപ്പീറ്റേഷൻ പറ്റുന്ന നമ്പർ 125 എണ്ണം ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ പറ്റാത്ത തരത്തിൽ 60 നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്ന കുട്ടിക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി 3-digit ഈവൺ നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5 ആൻഡ് 6 ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്? ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര തരത്തിൽ പറ്റും? നോക്കുക, ഈവൺ നമ്പറാണ്. നോക്കുക, അപ്പോൾ നമ്മൾ 3 ഡിജിറ്റാണ്, നേരത്തെ പോലെ തന്നെ ഒരു 3 ഡിജിറ്റ് 3 അക്ക നമ്പറാണ് കാണുന്നത്. അപ്പോൾ ആ 3 അക്ക നമ്പറിന് നമുക്ക് 3 പൊസിഷനാണ് വേണ്ടത്. ഇനി ആ ഈവൺ നമ്പറിൻ്റെ പ്രത്യേകത എന്താ? ഈവൺ നമ്പർ വരണമെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ എന്ത് വേണം? 2 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 6 പറ്റൂ. നമുക്ക് എല്ലാ നമ്പറും പറ്റില്ല. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ അവിടെ പറ്റൂ. അത് എത്ര തരത്തിൽ പറ്റും? വെരി ക്ലിയർ, 3 വിധത്തിൽ. ഇനി ഈ 2 നമ്മൾ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. റിപ്പീറ്റേഷൻ അലൗഡാണ്. അതുകൊണ്ട് ആ 2 ഇനിയും പറ്റൂ, ഇവിടെയും പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര നമ്പറുണ്ട്? 6 നമ്പറുണ്ട്. അപ്പോൾ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 6 തരത്തിൽ അറേഞ്ച് ചെയ്യാം. ആദ്യത്തെ എഴുതിയ അതേ 6 തന്നെ അല്ലെങ്കിൽ അതേ 2 തന്നെ ആദ്യത്തെ സ്ഥാനത്ത് എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് എത്രയാണ്? 6 ഇൻറ്റു 6 ഇൻറ്റു 3. നോക്കുക, ഇവിടെ നമ്മളൊരു ചെറിയ കാര്യം കൂടി ഇവിടെ അഡീഷണലായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. എന്താണത്? അതായത് ഈവൺ നമ്പറിന് പകരം എനി നമ്പർ ആണെങ്കിലോ ആദ്യത്തെ സ്ഥാനത്തും 6 ആവും. അപ്പോൾ അതുകൊണ്ട് 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണ് ടോട്ടൽ നമ്പർ വരിക. അതിൽ 6 ഇൻറ്റു 6 ഇൻറ്റു 3 എണ്ണം ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ പകുതി എണ്ണം. വേറൊരു പകുതി എണ്ണം ഓഡ് നമ്പറും വരും. കാരണം ഇവിടെ എന്താ പ്രത്യേകത? ഓഡ് നമ്പർ വരുന്ന ഈ ഫസ്റ്റ് പൊസിഷനിൽ 3 എണ്ണം ഓഡുമാണ്, 3 എണ്ണം ഈവണുമാണ്. നമുക്ക് ആൻസർ ആക്കി എഴുതാം. ടോട്ടൽ നമ്പർ ഓഫ് 3-digit even numbers equal to 6 into 6 into 3, അതായത് 108. നമുക്കറിയാം 6 ഇൻറ്റു 6 ഇൻറ്റു 6 ആണെങ്കിൽ 216 വരും. അപ്പോൾ ആകെയുള്ള 216-ൽ 108 നമ്പർ ഈവണും 108 നമ്പർ ഓടുമായിരിക്കും. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഇവിടെ ഹൗ മെനി 4 letter codes ക്യാൻ ബി ഫോംഡ് യൂസിങ് ദ ഫസ്റ്റ് 10 letters ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഇഫ് നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്? ആകെ 4 ലെറ്റർ കോഡാണ് വേണ്ടത്. എത്ര ലെറ്റേഴ്സ് കയ്യിലുണ്ട്? 10 letters ഓഫ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്, ഫസ്റ്റ് 10 letters. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മളെ ലെറ്റേഴ്സ് ഒന്ന് നോക്കാം. നമുക്ക് ഏതൊക്കെയാണ് ലെറ്റേഴ്സ് വരിക? ആദ്യത്തെ 10 എണ്ണം, അതായത് ഏതൊക്കെയാണ്? എ, ദെൻ ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ. ഇപ്പം നമുക്ക് 10 എണ്ണമായി. ഈ 10 ലെറ്റേഴ്സാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ 10 ലെറ്റേഴ്സ് ഉപയോഗിച്ച് 4 ലെറ്റർ കോഡാണ്. 4 ലെറ്റർ കോഡ്. അപ്പോൾ 4 ലെറ്റർ കോഡ് ആണെങ്കിൽ നമുക്ക് 4 പൊസിഷനാണ് ഉണ്ടാക്കേണ്ടത്. 4 പൊസിഷൻ. അപ്പോൾ 4 പൊസിഷനാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ്? 4 ലെറ്റർ എഴുതാനുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 4 ലെറ്റർ എഴുതാനുള്ള സ്ഥലം കിട്ടാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ 4 എസ് നോക്കുക, ഇതിൽ നമുക്ക് 4 ലെറ്ററാണ് അല്ലേ? അപ്പോൾ ആദ്യത്തത് ഇവിടെ ഓഡ് ഈവൺ അങ്ങനെ ഒന്നും പ്രസക്തിയില്ല, ലെറ്ററാണ്. അപ്പോൾ ആദ്യത്തെ എത്ര തരത്തിൽ? 10 തരത്തിൽ. നോ ലെറ്റർ ക്യാൻ ബി റിപ്പീറ്റഡ്, അതായത് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് എന്നർത്ഥം. ഒരെണ്ണം കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സ്ഥാനം 9 തരത്തിലേ പറ്റൂ.
അടുത്തതോ 2 എണ്ണം പോയത് കൊണ്ട് 8 തരത്തിലേ പറ്റൂ. 3 എണ്ണം പോയത് കൊണ്ട് ഇനി 7 എണ്ണമേ പറ്റൂ. റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ആയതുകൊണ്ട് അതുകൊണ്ട് നമുക്കിനി പറയാം, ആൻസർ ആക്കിയിട്ട് എഴുതാം. ടോട്ടൽ 4 letter code, total number of 4 letter codes, 4 letter codes എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം 10 into 9 into 8 into 7 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വി ക്യാൻ ഈസിലി ഫൈൻഡ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ അനുവദിച്ചതാണ്, അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ അതൊരു ബുദ്ധിമുട്ടുമില്ല. 5040 ഈസ് ദ ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ അടുത്ത് പറയുന്നത് എന്താ, ഹൗ മെനി 6-digit telephone numbers can be constructed using the digits 0 to 9 if each number start with 67 and no digit appears more than once. അതായത് ഇവിടെ പറയുന്നത് എന്താ, 0 മുതൽ 9 വരെ എത്ര ഡിജിറ്റ് ആണെന്ന് അറിയാം നമുക്ക്. ഏതൊക്കെയാണ് ഡിജിറ്റ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9 ഇങ്ങനെ 10 ഡിജിറ്റാണുള്ളത്. ഈ 10 ഡിജിറ്റിൽ നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താനുള്ളത്? 6 ഡിജിറ്റ് നമ്പേഴ്സാണ്. 6 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ 6 ഡിജിറ്റ് നമ്പേഴ്സ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിബന്ധന തന്നിട്ടുണ്ട്. ആ നമ്പറുകളെല്ലാം എങ്ങനെയുള്ള നമ്പറായിരിക്കണം? അതായത് 67-ൽ നിന്ന് തുടങ്ങുന്ന നമ്പറായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 പൊസിഷൻ 6, 7 മാത്രമേ പറ്റൂ. നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഇനി നമുക്ക് എത്ര സ്ഥലങ്ങളുണ്ട്? 4 സ്ഥലമുണ്ട്. അതിൽ 6ഉം പറ്റില്ല, 7ഉം പറ്റില്ല അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് എത്ര സ്ഥാനം നമുക്ക് പറ്റും? 10 എണ്ണത്തിൽ 6ഉം പോയി, 7ഉം പോയി. ഇനി നമുക്ക് എത്ര എണ്ണം ഉള്ളത്? 8 എണ്ണം. അപ്പോൾ ഇവിടെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം? 8. ഇപ്പോൾ ഒരെണ്ണം കൂടി പോയി. നമുക്കത് ഈ പറയുന്ന 6ഉം 7ഉം അല്ലാത്ത ഏതെങ്കിലും ഒരെണ്ണം കൂടി പോയി. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണമാണ്? 7 എണ്ണം. 7 ways. അടുത്തതോ 6 ways. അടുത്തത് വീണ്ടും 5 ways. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് 6 digit telephone numbers ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരമാണ് നമ്മൾ കാണുന്നത്. 8 into 7 into 6 into 5 ഈക്വൽ ടു, അതായത് ഇതുവരെ 336 വരും. 336 ഇൻറ്റു 5, അതായത് 336 ഇൻറ്റു 5 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം. അതായത് ദെൻ 1680. Then next question number 5. A coin is tossed 3 times and the outcomes are recorded. How many possible outcomes are there? എത്ര ഔട്ട്കംസ് ഉണ്ടാവും എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടുകൾ ഏതൊക്കെയാണ്? ഒന്നുകിൽ ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടെയിൽ കിട്ടും അല്ലേ? അതായത് നമ്പർ ഓഫ് ഔട്ട്കംസ് 2. എത്ര കോയിനാണ് ടോസ് ചെയ്യുന്നത്? 3 coins. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ആദ്യം എന്ത് കിട്ടുന്നു, രണ്ടാമത് എന്ത് കിട്ടുന്നു, മൂന്നാമത് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആദ്യം എന്തെല്ലാം കിട്ടാം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം എന്തൊക്കെ കിട്ടാം? ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. 2 തരത്തിൽ പറ്റും.
നോക്കുക ഇവിടെ ഹെഡ് ആദ്യം നേരത്തെ നമ്പർ പോലെയല്ല, ഹെഡ് കിട്ടിയ അപ്പോൾ തന്നെ അടുത്തേലും ഹെഡ് കിട്ടുക, റിപ്പീറ്റേഷൻ എന്നുള്ള കേസ് ഇവിടെ വരുന്നേയില്ല. അതായത് രണ്ടാമത്തെ സ്ഥാനത്തും എന്തൊക്കെ കിട്ടും, ഇതേ ഹെഡോ ടെയിലോ കിട്ടും, രണ്ട് തരത്തിൽ വരാം. മൂന്നാമത് ടോസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടും, ഹെഡോ ടെയിലോ കിട്ടാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 2 × 2 × 2 ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം നമുക്ക് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് കിട്ടാം. നമുക്കത് എഴുതാം. അതായത് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് equal to 2 × 2 × 2 equal to 8. വേണമെങ്കിൽ നമുക്ക് ആ ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി ബോധ്യപ്പെടാം. ഏതൊക്കെയാണ് 8 എന്നുള്ളത്. അതായത് ഏതൊക്കെയാണ് ഹെഡ്, ആൻസറിൻ്റെ ഭാഗമല്ല, ഒന്നും കൂടി സംശയം തീരാൻ വേണ്ടിയിട്ട്. ഹെഡ് ദെൻ ഹെഡ് ടെയില് എന്ന് കിട്ടും. ഹെഡ് ടെയില് ഹെഡ്, ദെൻ ടെയില് ഹെഡ് ദെൻ ടെയില് ഹെഡ്, ടെയില് ഹെഡ് ടെയില്. ദെൻ നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ, ഹെഡ് ടെയില്. ഇനി എല്ലാം ടെയില് വരുന്ന 3 എണ്ണം. ഇതാണ് 8 എണ്ണം. 1 2 3 4 5 6 7 8. ഇതാണ് നേരത്തെ പറഞ്ഞ 2 × 2 × 2 8. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ 5 flags ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയേഴ്സ് ദ യൂസ് ഓഫ് 2 flags, one below the other. ഇവിടെ തന്നിരിക്കുന്നത് 5 ഫ്ലാഗാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യം സിഗ്നൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, 2 ഫ്ലാഗുകൾ ചേർത്തിയിട്ടാണ്. ആകെ 5 എണ്ണമാണ്, 2 എണ്ണം ചേർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നോക്കുക, നമുക്ക് ആ ഫ്ലാഗ് താഴെയും മുകളിലുമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബോക്സ് ഇങ്ങനെ വരയ്ക്കുകയാണ് കുറച്ചും കൂടി പ്രാക്ടിക്കൽ. യെസ്. അപ്പോൾ ആദ്യത്തെ ഫ്ലാഗ് എന്താ പറയുക, ജനറേറ്റഡ് റൂൾസ് ഓഫ് 2 flags, ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ, ഡിഫറെൻറ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം. അതായത് ഇവിടെ റിപ്പീറ്റേഷൻ അത്തരം കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഗിവൺ 5 flags ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് സിഗ്നൽസ് ക്യാൻ ബി ജനറേറ്റഡ് ഇഫ് ഈച്ച് സിഗ്നൽ റിക്വയേഴ്സ് ദ യൂസ് ഓഫ് 2 flags. ഓരോന്നിലും 2 വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരേ കളറ് 2 എണ്ണം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ റെഡ് ആണെങ്കിൽ മുകളിലും റെഡ് താഴെയും റെഡ് പറ്റില്ല. വേണമെങ്കിൽ നേരത്തെ ഭാഷയിൽ നമുക്ക് എന്ത് പറയാം, റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ കളർ എത്ര തരത്തിൽ ഉപയോഗിക്കാം, 5 ഫ്ലാഗ് ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കാം. ഒരു കളർ വന്നതുകൊണ്ട് ഇപ്പോൾ റെഡാണ് മുകളിലെങ്കിൽ ആ റെഡ് ഇവിടെ പറ്റില്ല, അപ്പോൾ 4 എണ്ണേ പറ്റൂ. അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് റിക്വയർമെൻറ്റ് എത്രയായിരിക്കും, 5 × 4. അപ്പോൾ നമ്പർ ഓഫ് സിഗ്നൽസ് equal to 5 × 4 equal to 20. ഇതേ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. 7.1 എന്ന സെക്ഷനിൽ 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.